ഹോംബാലെ ഫിലിംസിന്റെ ബാനറിൽ ഒരുങ്ങിയ മഹാവതാർ നരസിംഹയ്ക്ക് മികച്ച റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നത്. റിലീസ് ചെയ്ത് 8 ദിവസങ്ങൾ പൂർത്തിയാകുമ്പോൾ 3Dയിലും 2Dയിലും ഒരുങ്ങിയ അനിമേഷൻ ചിത്രം പ്രേക്ഷകർ ഇരുകൈകളും നീട്ടി സ്വീകരിച്ചു കഴിഞ്ഞു. പ്രഖ്യാപന സമയം മുതൽ തന്നെ ശ്രദ്ധ നേടിയ പാൻ ഇന്ത്യൻ ചിത്രമാണ് മഹാവതാർ നരസിംഹ. ഹോംബാലെ ഫിലിംസിന്റെ ബാനറിൽ ഒരുങ്ങിയ ചിത്രം തിയേറ്ററുകളിലെത്തിയപ്പോൾ ഭക്തിസാന്ദ്രമായ അനുഭവമാണ് പ്രേക്ഷകർക്ക് സമ്മാനിച്ചതെന്ന് സിനിമ കണ്ടവർ പറയുന്നു. സിനിമ കാണാനായി ചെരുപ്പഴിച്ചു വെച്ചവരുടെയും ഇന്റർവെൽ സമയത്ത് ഭജന നടത്തിയവരുടെയും വാർത്തകൾ പുറത്തുവരുന്നുണ്ട്. റിലീസ് ചെയ്ത് 8 ദിവസങ്ങൾ പൂർത്തിയാകുമ്പോഴേക്കും 3Dയിലും 2Dയിലും ഒരുങ്ങിയ ഈ അനിമേഷൻ ചിത്രം പ്രേക്ഷകർ ഇരുകൈകളും നീട്ടി സ്വീകരിച്ചു കഴിഞ്ഞു. 15 കോടി രൂപ മുതൽ മുടക്കിലാണ് മഹാവതാർ നരസിംഹ നിർമ്മിച്ചിരിക്കുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം റിലീസ് ചെയ്ത് 8 ദിവസത്തിനകം 250.8% നേട്ടമാണ് ചിത്രം നേടിയിരിക്കുന്നത്. ഹിന്ദിയിൽ നിന്നുമാണ് ചിത്രത്തിന് ഏറ്റവും കൂടുതൽ കളക്ഷൻ ലഭിച്ചിരിക്കുന്നത്. 38.12 കോടി രൂപയാണ് ഇതുവരെ മഹാവതാർ നരസിംഹ ഹിന്ദിയിൽ നിന്ന് മാത്രം നേടിയത്. തെലുങ്കിൽ നിന്ന് 12.67 കോടിയും കന്നഡയിൽ നിന്ന് 1.16 കോടിയും ചിത്രം നേടി. മഹാവതാറിന്റെ തമിഴ് ആകട്ടെ 51 ലക്ഷം നേടിയപ്പോൾ മലയാളത്തിൽ നിന്ന് 16 ലക്ഷം രൂപയാണ് നേടിയത്. 52.62 കോടി രൂപയാണ് ആകെ ഇന്ത്യ നെറ്റ് കളക്ഷൻ. ഇതോടെ 2025 ഏറ്റവും ലാഭകരമായ ഇന്ത്യൻ ചിത്രങ്ങളിലൊന്നായി മഹാവതാർ നരസിംഹ മാറിയിരിക്കുകയാണ്. അശ്വിൻ കുമാർ സംവിധാനം ചെയ്ത ചിത്രം ആനിമേറ്റഡ് എപ്പിക് മിത്തോളജിക്കൽ ആക്ഷൻ ത്രില്ലറായാണ് ഒരുക്കിയത്. സാം CS ആണ് ചിത്രത്തിന് സംഗീതമൊരുക്കിയത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.